വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ്. സംഘടനാ സംസ്ഥാന നേതൃത്വം സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അടിമാലി യൂണിറ്റ് സമാഹരിച്ച തുക ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. 4.25 ലക്ഷത്തിലധികം രൂപയാണ് അടിമാലി യൂണിറ്റ് സമാഹരിച്ചു നൽകിയത്. വയനാട്ടിൽ ദുരന്തത്തിൽ അകപ്പെട്ട് ദുരിതമനുഭവിക്കുന്നവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ സംസ്ഥാനത്താകെ വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന നേതൃത്വം സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ഇതിനായി സംഘടനയുടെ താഴെത്തട്ടിൽ നിന്നടക്കം അംഗങ്ങളിൽ നിന്ന് പണം സമാഹരിച്ചാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന തുക കണ്ടെത്തുന്നത്. ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി അടിമാലി യൂണിറ്റ് സമാഹരിച്ച 4.25 ലക്ഷത്തിലധികം രൂപ KVVS ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ ഏറ്റുവാങ്ങി. കടകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട് അതിന്റെ ഒരു സ്റ്റോക്ക് പോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ കട എവിടെയാണ് നിന്നത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു വലിയ കുത്തൊഴുക്കും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമാണ് വയനാട്ടിൽ സംഭവിച്ചത്. ആ വ്യാപാരികളെ എല്ലാം പുനരധിവസിപ്പിക്കാൻ യുക്തമായ, ഇപ്പൊ എല്ലാവരെയും ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ച് അവിടെ വ്യാപാര സ്ഥാപനം തുടങ്ങാൻ പറ്റുന്നില്ല. അവർക്ക് കൂടി സൗകര്യപ്രദമായ ഒരു പക്ഷേ ഡിവൈഡ് ചെയ്ത് പ്രദേശങ്ങളിൽ സ്ഥലം വിലയ്ക്ക് വാങ്ങി ഈ വ്യാപാരികൾക്ക് വേണ്ടി മാത്രം ഒരു പുനരധിവാസ പാക്കേജ് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കുന്നുണ്ട്. അതിനുവേണ്ടി വയനാട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോർജിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഏതായാലും അവിടെ കടകൾ നഷ്ടപ്പെട്ട മുഴുവൻ വ്യാപാരികൾക്കും ഒരു ജീവനോപാധി എന്ന നിലയിൽ പൂർവാധികം പഴയ പോലെ തന്നെ ഭംഗിയായി കടകൾ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള സൗകര്യം ഏകോപന സമിതി തയ്യാറാക്കി കൊടുക്കാനാണ് ഇന്നലെ കൂടിയ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ യൂണിറ്റുകളിൽ നിന്നും സമാഹരിച്ച തുക ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, സാൻഡി മാത്യു, അർജുൻ K നായർ, ഷിബു തെറ്റയിൽ അടക്കമുള്ള ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. Al Azhar Group of Institutions, 16 institutions, offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. KM Musa Haji, founder, chairman, Al Azhar Group of Institutions, Thodupuzha, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Thodupuzha.